ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ സിപിഎം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം എ പത്മകുമാറിനെതിരെ പാർട്ടി തിരക്കിട്ട് നടപടിയെടുക്കില്ല. പത്മകുമാറും എൻ വാസുവും പാർട്ടി ഏൽപ്പിച്ച ചുമതലയോട് നീതി പുലർത്തിയില്ലെന്ന് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ എം.വി. ഗോവിന്ദൻ പറഞ്ഞു. എൻ വാസുവിനെ വിലങ്ങുവെച്ച സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടായേക്കും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ എ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തിട്ടും സംഘടനാ നടപടി സിപിഎം ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. പാർട്ടി പത്മകുമാറിനെ സംരക്ഷിക്കുന്നുവെന്ന വിമർശനം ഉയരുന്നതിനിടെയാണ് ഇന്ന് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗം ചേർന്നത്. ജില്ലാ കമ്മിറ്റി യോഗവും പത്മകുമാറിനെതിരെ നടപടിയെടുത്തില്ല. പത്മകുമാറിനെയും വാസുവിനെയും പാർട്ടി വിശ്വസിച്ചാണ് ചുമതല ഏൽപ്പിച്ചത്. എന്നാൽ ഇതിനോട് ഇരുവരും നീതി പുലർത്തിയില്ലെന്ന് എം.വി. ഗോവിന്ദൻ യോഗത്തിൽ വിശദീകരിച്ചു. കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവന്നാൽ സംഘടനാ നടപടിയുണ്ടാകുമെന്നും എം.വി. ഗോവിന്ദൻ യോഗത്തെ അറിയിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഒരാളെയും LDF സംരക്ഷിക്കില്ലെന്നും എം.വി. ഗോവിന്ദൻ പറഞ്ഞു. ആരാണോ ഉത്തരവാദി, ആ ഉത്തരവാദികളെല്ലാം നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം. സ്വർണം തിരിച്ചുപിടിക്കണം, അതിന് തക്ക ശിക്ഷ നൽകണം. നേതാക്കൾക്കെതിരെ നടപടിയെടുക്കാൻ സിപിഎമ്മിന് പേടിയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആരോപിച്ചു. അവർക്കെതിരെ നടപടിയെടുക്കാൻ സിപിഎം നേതൃത്വത്തിന് പേടിയാണ്. കാരണം അവർക്കെതിരായി നടപടിയെടുത്താൽ അവർ മറ്റു ചില സിപിഎം നേതാക്കൾക്കെതിരെ കൂടെ മൊഴി കൊടുക്കും എന്നുള്ള ഭയമാണ്. ഇനി കൂടുതൽ സിപിഎം നേതാക്കന്മാരെ അകത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർക്കെതിരായി നടപടിയെടുക്കാതിരിക്കുന്നത്. അതേസമയം എൻ വാസുവിനെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ കൈവിലങ്ങ് വെച്ചതിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് സൂചന. വാസുവിന്റെ അനുവാദത്തോടുകൂടിയാണ് കൈവിലങ്ങ് വെച്ചതെന്നാണ് AR ക്യാമ്പിലെ ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്ന മൊഴി. അതിനിടെ എൻ വാസുവിന്റെയും KS ബൈജുവിന്റെയും ജാമ്യാപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതിയിൽ വാദം പൂർത്തിയായി. വാസുവിന്റെ ജാമ്യാപേക്ഷയിൽ അടുത്ത മാസം 3-ന് കോടതി വിധി പറയും. മീഡിയ 1 തിരുവനന്തപുരം.